വെൽക്കം ടു ഫാർമ ഫോക്കസ്. ഈ ചാനലിൽ ബിഫാം ക്ലാസുകൾ മലയാളത്തിൽ ഈസിയായി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സിലബസ് ബേസ്ഡ് എക്സ്പ്ലനേഷൻ ആണ്. ഇതുപോലത്തെ ഹെൽപ്ഫുൾ കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇന്ന് നമ്മൾ ബിഫാം ഫസ്റ്റ് സെമസ്റ്റർ ഫാർമസ്യൂട്ടിക്സിലെ പ്രിസ്ക്രിപ്ഷൻ, അതിൽ തന്നെ പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷനും ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷനും ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രിസ്ക്രിപ്ഷൻ നമുക്ക് ആദ്യം നോക്കാം. പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിട്ടൺ ഓർഡർ ആണ്. അതായത് ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു മരുന്ന്, സ്പെസിഫിക് മെഡിസിൻ കോമ്പൗണ്ട് ചെയ്യാനും ഡിസ്പെൻസ് ചെയ്യാനും, അത് ഉണ്ടാക്കാനും ഡിസ്പെൻസ് ചെയ്യാനും വേണ്ടിയിട്ട് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഫാർമസിസ്റ്റിന് കൊടുക്കുന്ന ഒരു റിട്ടൺ ഓർഡർ ആണ് പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രിസ്ക്രിപ്ഷൻസ് ജനറലി ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് എഴുതുന്നത്. പക്ഷേ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാറ്റിൻ വേർഡ്സോ അല്ലെങ്കിൽ അബ്രിവിയേഷൻസ് ഒക്കെ നമ്മൾ അതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് പ്രിസ്ക്രിപ്ഷൻ്റെ പാർട്സ് നോക്കാം. ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ നോർമലി കാണാറുള്ളത് ഡോക്ടറെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതി തരുന്നത്. അതിൽ എന്തൊക്കെയാണ് ഉള്ളത്? അതാണ് പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. ഡേറ്റ് ഉണ്ടാവും, നെയിം, ഏജ്, സെക്സ് ആൻഡ് അഡ്രസ് ഓഫ് പേഷ്യൻറ്റ്, സൂപ്പർസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷൻ, സബ്സ്ക്രിപ്ഷൻ, സിഗ്നേച്ചർ, റിന്യൂവൽ ഇൻസ്ട്രക്ഷൻ, സിഗ്നേച്ചർ, അഡ്രസ് ആൻഡ് രജിസ്റ്റർ നമ്പർ ഓഫ് ദ പ്രിസ്ക്രൈബർ. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് ഡേറ്റ്. ഡേറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് ദിവസമാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ആ ഡേറ്റ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ഇത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട്. അത് മെയിനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഏത് കണ്ടീഷൻസിലാണ്? നാർക്കോട്ടിക് ഡ്രഗ്സോ അതല്ലെങ്കിൽ ഹാബിറ്റ് ഫോമിംഗ് ആയിട്ടുള്ള ഡ്രഗ്സ്. ചില ഡ്രഗ്സ് നമുക്ക് കഴിച്ച് കഴിഞ്ഞാൽ ഒരു ശീലമായിട്ട് മാറാറുണ്ട്. ആ ഒരു ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന കേസസിൽ അത് ചിലപ്പോൾ എന്താ, ചില ആളുകൾക്ക് അതൊരു സ്വഭാവം അല്ലെങ്കിൽ ശീലമായിട്ട് മാറുകയാണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും ഒരു ആ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടുപോയി കൊടുത്തിട്ട് ആ ഒരു മരുന്ന് വാങ്ങിയിട്ട് വരും. അപ്പോൾ ആ ഒരു മിസ്യൂസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഡേറ്റ് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അടുത്തതാണ് നെയിം, ഏജ്, സെക്സ് ആൻഡ് അഡ്രസ് ഓഫ് പേഷ്യൻറ്റ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്നത് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് മിസ്സിംഗ് ആണെങ്കിൽ അത് ഫാർമസിസ്റ്റ് പ്രോപ്പർ എൻക്വയറിക്ക് ശേഷം മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇത് എഴുതുന്നത് വഴി നമുക്ക് ചിൽഡ്രൻ്റെ കേസിലെ ഡോസ് കാൽക്കുലേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സൂപ്പർസ്ക്രിപ്ഷൻ ആണ്. സൂപ്പർസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ RX സിമ്പൽ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് റെസീപ്പ് എന്നൊരു ലാറ്റിൻ വേർഡിൻ്റെ അബ്രിവിയേഷൻ ആണ്. അതിൻ്റെ മീനിങ് ആണ് യു ടേക്ക് അല്ലെങ്കിൽ ടേക്ക് ഡോ എന്നൊക്കെ പറയുന്നത് അതിൻ്റെ മീനിങ് ആണ്. പണ്ടത്തെ ആദ്യമൊക്കെ ഓൾഡർ ഡേയ്സിൽ ഈ സിമ്പൽ സൈൻ ഓഫ് ജുപ്പിറ്റർ എന്ന് ഒറിജിനേറ്റ് ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് സൈൻ ഓഫ് ജുപ്പിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഓഫ് ഹീലിംഗ് ആണ്. ഹീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങുന്നതിനെ പറയുന്നത്, അല്ലെങ്കിൽ അസുഖം, മുറിവ് ഉണങ്ങുക എന്നൊക്കെ പറയില്ലേ, വൂണ്ട് ഹീലിംഗ്. അപ്പോൾ ഹീലിംഗ് ആവുന്നതിൻ്റെ ആ ഒരു ദൈവമായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് പണ്ടത്തെ കാലത്ത്. സോ ഈ സിമ്പൽ എന്താണ്, പണ്ടത്തെ കാലത്ത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ദൈവത്തിനോട് പെട്ടെന്ന് നമ്മുടെ അസുഖം മാറണം എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു റിക്വസ്റ്റ് എന്നുള്ള രീതിക്കാണ് ഇത് കണക്കാക്കിയിരുന്നത് പണ്ടത്തെ കാലത്ത്. അതാണ് സൂപ്പർസ്ക്രിപ്ഷൻ. RX എന്ന് പറയുമ്പോൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് മെയിൻ പാർട്ട് ഓഫ് ദ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എന്താണോ പ്രിസ്ക്രൈബ്ഡ് ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ പേര്, അതുപോലെ തന്നെ എത്ര ക്വാണ്ടിറ്റി ആ ഇൻഗ്രീഡിയൻ്റ് എടുക്കണം, അതാണ് മെയിൻലി ഇൻസ്ക്രിപ്ഷനിൽ ഉണ്ടാവുക. പിന്നെ ഓരോ ഇൻഗ്രീഡിയൻ്റിൻ്റെ പേരും ഓരോ സെപ്പറേറ്റ് ലൈനിലായിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ കൂടെയാണ് എഴുതിയിട്ടുണ്ടാവുക. ചില കോംപ്ലക്സ് പ്രിസ്ക്രിപ്ഷൻ്റെ കേസിൽ അതിനെ ഡിഫറെൻറ്റ് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടാണ് ബേസ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ തെറാപ്യൂട്ടിക് എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആക്റ്റീവ് മെഡിക്കമെൻ്റ് ആണ് ബേസ്. അടുത്തത് അഡ്ജുവൻ്റ് ഉണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സുകളിൽ നോക്കിയിട്ടുണ്ട് അഡ്ജുവൻ്റ് അല്ലെങ്കിൽ എക്സിപ്പിയൻ്റ് എന്താണെന്നൊക്കെ. അതായത് അഡ്ജുവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പ്രിപ്പറേഷനിൽ തെറാപ്യൂട്ടിക് എഫക്റ്റ് അതിനുണ്ടാവില്ല, പക്ഷേ നമ്മുടെ മെഡിക്കമെൻറ്റിൻ്റെ പാലറ്റബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ അപ്പിയറൻസ്, പാലറ്റബിലിറ്റി എന്ന് പറയുമ്പോൾ നമുക്കത് കഴിക്കാൻ പറ്റുന്ന രീതിക്ക് അതിൻ്റെ ബിറ്റർ ടേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട്, അതുപോലെ തന്നെ അപ്പിയറൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കാണുമ്പോൾ ആ ഗുളിക ഓക്കെ എന്നൊരു തോന്നണം, ആ അപ്പിയറൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അഡ്ജുവൻ്റ് ആഡ് ചെയ്യുന്നത്. അടുത്തത് വെഹിക്കിളാണ്. വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ സോളിഡ് ഇൻഗ്രീഡിയൻസിനെ എന്തെങ്കിലും ഡിസോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ്റെ വോളിയം കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് വെഹിക്കിൾ. ഇപ്പോൾ നൗവേഡേയ്സ് എന്താണ്, ഈ ഒരു ഭാഗമൊന്നും നമ്മൾ പ്രിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ ഈ ഒരു ഭാഗമൊന്നും കാണാറില്ലല്ലോ. പണ്ടത്തെ പ്രിസ്ക്രിപ്ഷനിലായിരുന്നു എന്താണ് ആ മരുന്ന് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസ്, ഇത്ര ക്വാണ്ടിറ്റി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ പ്രിസ്ക്രിപ്ഷൻ എന്താണ്, ഇപ്പോഴത്തെ പ്രിസ്ക്രിപ്ഷൻ ഇങ്ങനെ ഇല്ലേ, നമ്മൾ ഈ ഫ്രണ്ട് പേജിൽ കൊടുത്തിട്ടുണ്ടല്ലേ,
ഇത് പണ്ടത്തെ ടൈപ്പ്, ഇത് ഇപ്പോഴത്തെ ടൈപ്പാണ്. ഇതിൽ ജസ്റ്റ് എന്താണ് മരുന്ന്, എത്രയാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത്, അത് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതാണ് ഇപ്പോഴത്തെ ടൈപ്പിൽ പ്രിസ്ക്രിപ്ഷൻ. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നില്ല. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ എഴുതിയായിരുന്നു. നൗവേഡേയ്സ് മെജോറിറ്റി ഓഫ് ഡ്രഗ്സ് സ്യൂട്ടബിൾ ഫോർമുലേഷൻസ് ആയിട്ടാണ് വരുന്നത്. ഫാർമസിസ്റ്റ് ജസ്റ്റ് അത് എന്ത് ചെയ്യുക, റെഡിമെയ്ഡ് ആയിട്ടുള്ളതിന് ഡിസ്പെൻസ് ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. സോ അവിടെ കോമ്പൗണ്ടിങ് എന്നൊരു പർപ്പസ് എലിമിനേറ്റഡ് ആയിരിക്കുന്നുണ്ട്. അടുത്തതാണ് സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഫാർമസിസ്റ്റിന് കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ ആണ്. അതുപോലെ തന്നെ എത്ര ഡോസ് ഡിസ്പെൻസ് ചെയ്യണം, ഈ ഒരു ഡയറക്ഷനെ പറയുന്നതാണ് സബ്സ്ക്രിപ്ഷൻ. അടുത്തത് സിഗ്നേച്ചർ ഓർ സിഗ്ന, അതായത് പേഷ്യൻസിന് കൊടുക്കേണ്ട ഡയറക്ഷൻസ് ആണ്. ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഡ്രഗ് അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ ആദ്യം പേഷ്യൻസിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതൊരു ഫാർമസിസ്റ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് നോർമലി സിഗ് എന്ന രീതിക്കാണ് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിൽ കാണുന്നത്. ഇൻസ്ട്രക്ഷൻസിൽ മെയിനായിട്ട് എന്തൊക്കെയാണുള്ളത്, എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര എമൗണ്ട് കഴിക്കണം, അതുപോലെ തന്നെ എപ്പോഴൊക്കെ കഴിക്കണം, എത്ര ടൈം ഇടവിട്ട് കഴിക്കണം, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏത് റൂട്ട് വഴിയാണ് നമ്മളിത് കഴിക്കേണ്ടത്, അതായത് നമ്മൾ ഓറൽ റൂട്ടാണോ അതല്ലെങ്കിൽ ഇഞ്ചെക്ഷൻ റൂട്ട്, പാരൻ്റൽ റൂട്ടാണോ, റെക്ടൽ അല്ലെങ്കിൽ വജൈനൽ റൂട്ടാണോ, അങ്ങനത്തെ ഓരോ അഡ്മിനിസ്ട്രേഷൻ്റെ റൂട്ടും കാര്യങ്ങളും. പിന്നെ അതല്ലെങ്കിൽ ഡൈലൂട്ട് ചെയ്ത് കഴിക്കേണ്ടതാണെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിഗ്നേച്ചർ അല്ലെങ്കിൽ സിഗ്ന എന്ന് പറയുന്ന പോർഷൻ ഉള്ളത്. അടുത്തത് റിന്യൂവൽ ഇൻസ്ട്രക്ഷൻ ആണ്. അതായത് ഓരോ പ്രിസ്ക്രിപ്ഷനിലും അത് റിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം എഴുതിയിട്ടുണ്ടാവും. ഇത് ഈ നാർക്കോട്ടിക് അല്ലെങ്കിൽ ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സിൻ്റെ കേസിൽ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം അത് ആ പ്രിസ്ക്രിപ്ഷൻ വീണ്ടും അവർക്ക് മരുന്ന് വാങ്ങാൻ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് റിന്യൂവൽ ഇൻസ്ട്രക്ഷനിൽ പറയുന്നത്. അടുത്തത് സിഗ്നേച്ചർ, അഡ്രസ് ആൻഡ് രജിസ്റ്റർ നമ്പർ ഓഫ് ദ പ്രിസ്ക്രൈബർ. ഓക്കെ, പ്രിസ്ക്രിപ്ഷനിൽ ആരാണോ അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അവരുടെ രജിസ്ട്രേഷൻ നമ്പറും അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും ഈ നാർക്കോട്ടിക് അല്ലെങ്കിൽ ഹാബിറ്റ് ഫോമിംഗ് ഡ്രഗ്സിൽ അതിൻ്റെ മിസ്യൂസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ ഫാർമസിസ്റ്റിന് ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ആ ഒരു പ്രിസ്ക്രിപ്ഷനെ കുറിച്ചുണ്ടെങ്കിൽ നേരിട്ട് എന്ത് ചെയ്യാം, ഒന്നുകിൽ വേറെ ഏതെങ്കിലും ഫാർമസിസ്റ്റിനോട് ചോദിക്കാം, അതല്ലെങ്കിൽ നേരിട്ട് പ്രിസ്ക്രൈബറിനെ വിളിച്ച് ചോദിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിന് യൂസ്ഫുൾ ആണ്. ഇതാണ് ജസ്റ്റ് പണ്ടത്തെ രീതിക്കുള്ള ഒരു ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് ആദ്യം പേര് കാര്യങ്ങൾ, എവിടുത്തെയാണ് ഹോസ്പിറ്റൽ കാര്യങ്ങൾ, ഇവിടെ ഫോൺ നമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിനുശേഷം ആരുടെ ആണ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ നെയിം, ഏജ്, സെക്സ്, അഡ്രസ് ഓഫ് ദ പേഷ്യൻ്റ് ഉണ്ട്. പിന്നെ RX അതാണ് സൂപ്പർസ്ക്രിപ്ഷൻ. പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റി, ഇതാണ് ഇൻസ്ക്രിപ്ഷൻ. പിന്നെ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ടു ദ ഫാർമസിസ്റ്റ് ആണ്, ഫാർമസിസ്റ്റിനോടുള്ള ഡയറക്ഷൻ. സിഗ്നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്, അതുകൊണ്ടാണ് സിഗ്നേച്ചർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് പേഷ്യൻറ്റിനോട് ഫാർമസിസ്റ്റ് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. പിന്നെ ഇവിടെ റിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിഗ്നേച്ചർ, നെയിം, അഡ്രസ്സ്, രജിസ്ട്രേഷൻ നമ്പർ ഓഫ് ദ പ്രിസ്ക്രൈബറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് വരയ്ക്കണം. പ്രിസ്ക്രിപ്ഷന് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ്റെ മോഡൽ വരച്ച് കൊടുക്കണം, എന്നാലാണ് നമുക്ക് കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. അടുത്തതാണ് ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ ഫാർമസിസ്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. റിസീവിംഗ് ഉണ്ട്, റീഡിങ് ആൻഡ് ചെക്കിംഗ് ഉണ്ട്, കളക്ടിങ് ആൻഡ് വെയിങ് മെറ്റീരിയൽസ്, കോമ്പൗണ്ടിങ്, ലേബലിംഗ് ആൻഡ് പാക്കേജിങ്. അപ്പോൾ ഫസ്റ്റ് വൺ ആണ് റിസീവിംഗ്. റിസീവിങ്ങിൽ പറയുന്നത് ഫാർമസിസ്റ്റ് തന്നെ വേണം നമ്മുടെ പേഷ്യൻറ്റിന് എന്ത് ചെയ്യാം, പ്രിസ്ക്രിപ്ഷൻ വാങ്ങാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങുന്ന സമയത്ത് ഫാർമസിസ്റ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസിന് മാറ്റമൊന്നും വരാൻ പാടില്ല. കാരണം ആ ഒരു പ്രിസ്ക്രിപ്ഷനൊക്കെ നോക്കിയതിന് ശേഷം നമ്മളിപ്പോൾ എന്തെങ്കിലും ഭാവവ്യത്യാസം നമ്മുടെ മുഖത്ത് വരികയാണെങ്കിൽ അത് ആ പേഷ്യൻറ്റിന് എന്തെങ്കിലും ഫീൽ ചെയ്യും. കാരണം അവർ ഭയങ്കര വലിയൊരു അസുഖങ്ങൾ, അവർക്കൊരു ഫീൽ വരില്ലേ, ആ ഒരു ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പൊതുവെ ഫാർമസിസ്റ്റ് ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കാൻ പാടില്ല ഒരു പ്രിസ്ക്രിപ്ഷൻ റിസീവ് ചെയ്യുന്ന സമയത്ത്. ഇതാണ് റിസീവിങ്ങിൻ്റെ കേസ്. അടുത്ത റീഡിങ് ആൻഡ് ചെക്കിംഗ് എന്ന് പറയുമ്പോൾ ഒരു പ്രിസ്ക്രിപ്ഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾവേസ് ആ ഒരു പ്രിസ്ക്രിപ്ഷൻ ഫോർമാറ്റ് കറക്റ്റ് അല്ലേ, എഴുതിയിരിക്കുന്ന ഫോർമാറ്റ് കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം പ്രിസ്ക്രിപ്ഷൻ എപ്പോഴും നമ്മൾ കൗണ്ടറിൻ്റെ മുമ്പിൽ തന്നെ വെക്കുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ആ പ്രിസ്ക്രിപ്ഷനെ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഇൻഗ്രീഡിയൻസിനെ പറ്റിയിട്ടോ ഡയറക്ഷനെ പറ്റിയിട്ടോ ഉണ്ടെങ്കിൽ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യണം, വേറെ ഏതെങ്കിലും ഫാർമസിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ പ്രിസ്ക്രൈബറിൻ്റെ അടുത്തോ വിളിച്ച് അന്വേഷിക്കണം. അടുത്തത് കളക്ടിങ് ആൻഡ് വെയിങ് ദ മെറ്റീരിയൽ. പ്രിസ്ക്രിപ്ഷന് അത് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ആവശ്യമുള്ള മെറ്റീരിയൽസിനൊക്കെ കളക്ട് ചെയ്യണം.
നമ്മൾ ബാലൻസ് ഉണ്ടാവില്ല, വെയിങ് ബാലൻസ്, വെയിറ്റ് എടുക്കണമല്ലോ. അപ്പോൾ വെയിങ് ബാലൻസിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യുക. വേണ്ട സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിൽ പ്ലേസ് ചെയ്യാം. അതിനുശേഷം മെറ്റീരിയൽ ഓരോന്നും ആവശ്യത്തിന് വെയിറ്റ് എടുത്തിട്ട് അത് റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് മാറ്റാം. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് ഇൻഗ്രീഡിയൻസിനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. നമ്മൾ ആദ്യം കളക്ട് ചെയ്യുമ്പോഴും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം, വേ ചെയ്ത് ഇങ്ങോട്ട് മാറ്റുമ്പോഴും നമുക്ക് അവിടെ ചെക്കിങ് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ തെറ്റുകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സ്റ്റോക്ക് ബോട്ടിൽസിൻ്റെ ലേബൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അത് അറ്റ്ലീസ്റ്റ് 3 ടൈംസ് എങ്കിലും നമ്മൾ വായിച്ചിരിക്കണം. എപ്പോഴൊക്കെയാണ്, ഒന്ന് നമ്മൾ ഷെൽഫിൽ നിന്ന് ഇന്ന മരുന്നാണ് നമുക്ക് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഷെൽഫിൽ നിന്ന് അത് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് നമ്മൾ അതിൻ്റെ ലേബൽ വായിക്കണം. അതിനുശേഷം നമ്മൾ വേ ചെയ്ത് മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന സാധനം കറക്റ്റായിട്ടല്ലേ നോക്കുന്നതെന്നുള്ളത് ലേബൽ ഒന്നുകൂടി ചെക്ക് ചെയ്യണം. അതിനുശേഷം വീണ്ടും പ്രോപ്പർ പ്ലേസിലോട്ട് തന്നെ കണ്ടെയ്നർ തിരിച്ച് വെക്കുന്ന സമയത്തും ജസ്റ്റ് ലേബൽ നമ്മൾ റീഡ് ചെയ്യണം, എറർ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതാണ് കോമ്പൗണ്ടിങ്, ലേബലിംഗ് ആൻഡ് പാക്കേജിങ്. ഓക്കെ, കോമ്പൗണ്ടിങ് നടത്തേണ്ടത് ഒരു നീറ്റ് പ്ലേസിലായിരിക്കണം നമ്മൾ ആ മരുന്ന് ഉണ്ടാക്കേണ്ടത്. എല്ലാ എക്യുപ്മെൻറ്റ്സും തറോലി ക്ലീൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡ്രൈ ചെയ്തതായിരിക്കണം, വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു പ്രിസ്ക്രിപ്ഷൻ മാത്രമാണ് ഒരു സമയം നമ്മൾ കോമ്പൗണ്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ കോമ്പൗണ്ടഡ് മെഡിക്കമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, സ്യൂട്ടബിൾ കണ്ടെയ്നേഴ്സിൽ ഫിൽ ചെയ്തിട്ട് ആ ഫിൽ ചെയ്ത കണ്ടെയ്നേഴ്സിനെ ലേബൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അത് മാറിപ്പോവും. ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഗുഡ് ക്വാളിറ്റിയിലുള്ള പ്ലെയിൻ പേപ്പേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കണ്ടെയ്നർ എന്താണ്, പോളിഷ്ഡ് ആയിരിക്കണം, ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, പേഷ്യൻ്റ് പ്രിസ്ക്രിപ്ഷൻ നമ്മൾ തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഫാർമസിസ്റ്റ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് കഴിക്കേണ്ടത്, മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ ഡയറക്ഷൻസ് ഫോർ യൂസ്, സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. ഇത്രയാണ് ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് പ്രിസ്ക്രിപ്ഷൻ, പാർട്സ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ഹാൻഡ്ലിംഗ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബിഫാം മലയാളം വീഡിയോസ് നമ്മുടെ ചാനലിൽ ഫസ്റ്റ് സെമസ്റ്റർ, 6th, 7th സെമസ്റ്ററിൻ്റെ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ടവർ ജസ്റ്റ് പോയി ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ ക്ലാസ്സിൻ്റെയും നോട്ട്സ് അതാത് വീഡിയോൻ്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് വേണ്ടവർ അത് കയറി ചെക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അൺടിൽ ദെൻ ഹാപ്പി ലേണിംഗ്.